ഹലോ, ഞാൻ ഐശ്വര്യയാണ് കേട്ടോ. ഇന്ന് ഞാൻ അടുക്കളയിൽ ചെയ്യുന്ന കുറച്ച് പണികൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങനെ അടുക്കളയിലേക്ക് കയറാറില്ല. കാരണം കൊച്ചുള്ളതുകൊണ്ട് എനിക്കങ്ങനെ അടുക്കളയിൽ കയറിയിട്ട് പണിയെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സമയം കിട്ടാറില്ല. കൊച്ചിൻ്റെ അടുത്തും കൊച്ചിനെ മൂത്രമൊഴിക്കലും തൂറലും കുളിപ്പിക്കലും അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. ഹസ്ബൻഡിൻ്റെ അമ്മ തന്നെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചും ഡിന്നറൊക്കെ അമ്മ തന്നെ കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ അമ്മേനെ എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ അമ്മേനെ സഹായിക്കുള്ളൂ, അല്ലെങ്കിൽ അമ്മ തന്നെയാണ് എടുക്കുന്നത്. രാവിലെ എഴുന്നേറ്റിട്ടാണെങ്കിലും രാവിലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. പിന്നെ സമയം കിട്ടുമ്പോൾ പച്ചക്കറി ഒന്ന് അമ്മ മുറിച്ചൊക്കെ വെക്കും. അപ്പോൾ അത് അമ്മയ്ക്കൊരു ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കൊച്ചെഴുന്നേറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കും കേട്ടോ, കൊച്ചെഴുന്നേറ്റെങ്കിൽ മൂത്രമൊഴിപ്പിക്കലും അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ പാൽ കൊടുക്കൽ, അങ്ങനെ കൊച്ചിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കും. എപ്പോഴും ഞാൻ അവൻ്റെ കൂടെ തന്നെ നിൽക്കും. അങ്ങനെ വിട്ടിട്ട് പോകാനോ അല്ലെങ്കിൽ നിൽക്കാറില്ല. എഴുന്നേറ്റാൽ അവൻ്റെ കൂടെ കളിയും. ഉറങ്ങുവാണെങ്കിൽ എൻ്റെ പണികൾ ഞാൻ എടുക്കും. കുഞ്ഞ് രാവിലെ കുറച്ച് നേരം ഒന്ന് കളിച്ച് കഴിയുമ്പോൾ ഒരു 7:30-8 മണിയോടെ കൊച്ച് ഉറങ്ങാൻ ക്ഷീണമൊക്കെ പിടിച്ച് ഉറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ ചായ കുടിക്കും. അപ്പോഴത്തേക്കും അമ്മ ചായയും കടിയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഞാൻ ചായ എടുക്കലും ചായ പഞ്ചസാരയിൽ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അല്ലാതെ അങ്ങനെ കുക്കിംഗ് പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കലും അവന് കുറുക്ക് കൊടുക്കലും അങ്ങനെയൊക്കെ ചെയ്ത് അവനെ ഉറക്കി കിടത്തും. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ അലക്കാൻ പോകും കേട്ടോ. ഒരുപാട് തുണികളുണ്ടായിരിക്കും കേട്ടോ. പിന്നെ മഴയാണെങ്കിൽ അങ്ങനെ വെയിലാവുമ്പം അങ്ങനെ നോക്കിയിട്ട് ഞാൻ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ വിരിയൊക്കെ അലക്കാനുണ്ടാവും. എന്നും ഞാൻ വിരി അലക്കിയിടും. കാരണം കുഞ്ഞ് കിടക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ വിരിയൊക്കെ കഴുകിയിടും. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ കുഞ്ഞ് എഴുന്നേറ്റ് കുഞ്ഞിൻ്റെ കൂടെ കളിക്കലും പിന്നെ അവനെ എടുത്തുകൊണ്ട് നടക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ ചോറ് കഴിക്കും. ചോറ് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരത്തെ പരിപാടി കുറച്ചങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏട്ടന് കുറച്ച് നേരം കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കും. ആ സമയത്ത് ഞാൻ വൈകുന്നേരത്തെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. അതാട്ടോ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് കേട്ടോ. വെള്ളമൊക്കെ ഡ്രമ്മിൽ നിന്ന്